നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണം എന്ന വിവാദ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. പാകിസ്ഥാനെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും, അവർ അണ്വായുധം പ്രയോഗിച്ചേക്കാം എന്നാണ് അയ്യരുടെ വിവാദ പ്രസ്താവന. അതിന്റെ റേഡിയേഷൻ അമൃത്സറിൽ എത്താൻ 8 സെക്കൻഡ് എടുക്കില്ല എന്നുകൂടിയുള്ള മുന്നറിയിപ്പും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ബഹുമാനിക്കുന്നുവെങ്കിൽ അവർ സമാധാനപരമായി തുടരും എന്നുകൂടി മണിശങ്കർ അയ്യർ പറയുന്നു. അതായത് ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ് പാകിസ്ഥാൻ എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ പ്രസ്താവന വന്ന ഉടൻ തന്നെ BJP ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പാക് പ്രണയം ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കില്ല എന്നായിരുന്നു BJP തിരിച്ചടിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇപ്പോൾ മണിശങ്കറിന്റെ ഈ പ്രസ്താവന കൂടി BJP ആയുധമാക്കുന്നുമുണ്ട്. നേരത്തെ സാം പിത്രോദയുടെ പ്രസ്താവന മൂലവും കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള ആളുകൾ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയും ഉത്തരേന്ത്യയിലുള്ളവർ വെള്ളക്കാരെ പോലെയും ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയും ആണ് എന്നായിരുന്നു പത്രോദയുടെ ഒരു വിമർശനമുണ്ടായത്, ഒരു പരാമർശമുണ്ടായത്. എന്തായാലും വിവാദങ്ങൾക്കൊടുവിൽ സാം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാന്റെ സ്ഥാനം പോലും രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. മുമ്പ് മോദിയെ ചായക്കടക്കാരൻ എന്ന് വിളിച്ചുകൊണ്ട് BJPക്ക് ഏറ്റവും അധികം മൈലേജ് നേടിക്കൊടുത്ത ഒരു കോൺഗ്രസ് നേതാവാണ് ഈ മണിശങ്കർ അയ്യർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോദിക്ക് ആ തെരഞ്ഞെടുപ്പിൽ വലിയ ജനപ്രീതി ലഭിച്ചത്. മോദിക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ രാജ്യത്തുണ്ടായത് ആ ചായ്വാല പ്രസ്താവനയുടെ പിൻബലത്തോടു കൂടിയായിരുന്നു. എന്തായാലും അത്തരത്തിൽ ഒരു പ്രസ്താവന കൂടിയാണ് ഇപ്പോൾ മണിശങ്കർ അയ്യരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പാകിസ്ഥാന്റെ കയ്യിൽ അണ്വായുധം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ പേടിക്കേണ്ടതുണ്ട് എന്ന പ്രസ്താവന BJP ആയുധമാക്കിയിരിക്കുന്നു. ഇങ്ങനെ അനവസരത്തിൽ ഒട്ടും ചിന്തിക്കാതെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ തന്നെയാണ് ഒരുപക്ഷെ BJPയെ വീണ്ടും വിജയിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.